അടുത്തത് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. അടുത്ത ബയോമോളിക്യൂൾ ആണ് ന്യൂക്ലിക് ആസിഡ്സ്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ RNAയും DNA-യുമാണ്. ഇവരാണ് DNA-യുടെ സ്ട്രക്ചർ കണ്ടുപിടിച്ച രണ്ട് ശാസ്ത്രജ്ഞന്മാര്, ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറയുന്നവരാണ് DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചവരാണ്. ന്യൂക്ലിക് ആസിഡിന്റെ ഇപ്പൊ നമ്മൾ ഓരോന്നിന്റെയും മോണോമേഴ്സിനെ കുറിച്ച്, സ്റ്റാർച്ചിന്റെ മോണോമർ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. പ്രോട്ടീന്റെ മോണോമർ എന്ന് പറയുന്നത് അമിനോ ആസിഡ് ആണെന്ന് പറയുന്നത്. അതുപോലെ ന്യൂക്ലിക് ആസിഡിന്റെ മോണോമർ എന്ന് പറയുന്നത് 3 യൂണിറ്റ് ചേരുന്നതാണ് ഒരു ന്യൂക്ലിക് ആസിഡിന്റെ മോണോമർ. ഒന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്, ഒരു PO4 യൂണിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒരു ഷുഗർ യൂണിറ്റ് ആണ്, റൈബോസ് ഷുഗർ. 5 കാർബൺ ആറ്റമുള്ള ഷുഗർ. ഒരു ഫോസ്ഫേറ്റ് യൂണിറ്റ്, ഒരു ഷുഗർ യൂണിറ്റ്, പിന്നെ ഒരു ബേസ്. ഒരു ഫോസ്ഫേറ്റ് യൂണിറ്റ്, ഒരു ഷുഗർ യൂണിറ്റ്, ഒരു ബേസ്. ഷുഗർ യൂണിറ്റ് എന്ന് പറയുന്ന 2 തരത്തിൽ വരാം. റൈബോസ് 5 കാർബൺ ആറ്റമുള്ള ഷുഗറിന്റെ പേരാണ് റൈബോസ്. 1, 2, 3, 4, 5 കാർബൺ ആറ്റമുള്ള ഷുഗറിന്റെ പേരാണ് റൈബോസ്. റൈബോസിന്റെ സെക്കൻഡ് കാർബൺ ആറ്റത്തിലിരിക്കുന്ന OH ഗ്രൂപ്പ്, റോസ് നിറത്തിൽ കാണിച്ചിരിക്കുന്ന OH ഗ്രൂപ്പ്. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഇവിടെ നോക്കിക്കേ, ഈ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത് H മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഓക്സിജൻ കുറവുണ്ട്. ഓക്സിജൻ കുറവുള്ള റൈബോസിനെ ഡീഓക്സി റൈബോസ് എന്ന് വിളിക്കും. ഓക്സിജൻ ഉള്ള റൈബോസ് റൈബോസ്. അപ്പോൾ റൈബോസ് ആവാം, ഡീഓക്സി റൈബോസ് ആവാം. നമ്മുടെ ന്യൂക്ലിക് ആസിഡിനകത്തുള്ള ഷുഗർ യൂണിറ്റ് റൈബോസ് ആണെങ്കിൽ നമ്മൾ അതിനെ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിക്കും. നമ്മുടെ ന്യൂക്ലിക് ആസിഡിനകത്തുള്ള ഷുഗർ യൂണിറ്റ് ഡീഓക്സി റൈബോസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിക്കും. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA. റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് RNA. ബേസുകൾ ഏതൊക്കെയാണ്? അഡനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ, ഇതൊക്കെയാണ് അതിൻ്റെയൊക്കെ സ്ട്രക്ചറുകൾ. ഇവരെയൊക്കെ ബേസ് എന്ന് വിളിക്കാൻ കാരണം ഇതിനകത്തൊക്കെ നൈട്രജൻ ഉണ്ട്. നൈട്രജനകത്ത് ലോൺ പെയർ ഉണ്ട്. ലോൺ പെയർ ഉള്ളത് കൊണ്ട് ബേസ് ആണ്. അതുകൊണ്ട് ഈ മോളിക്യൂളുകളൊക്കെ ബേസ് ആണ്. അതുകൊണ്ടാണ് അവരെ ബേസ് എന്ന് വിളിക്കുന്നത്. നൈട്രജൻ കണ്ടെയ്നിങ് ഹെറ്ററോസൈക്ലിക് റിംഗ് ഉള്ള കോമ്പൗണ്ടുകളാണ് ഇവരെല്ലാം. പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ സ്കൂളിൽ തൊട്ട് പഠിക്കുന്നതാണ്. അഡനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ഒരു ഷുഗർ യൂണിറ്റ്, ഒരു ബേസ്, ഒരു ഫോസ്ഫേറ്റ്, ഈ 3 എണ്ണം ചേരുന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. ഇതിന്റെ പോളിമറാണ് ന്യൂക്ലിക് ആസിഡ്. ഇതൊരു ന്യൂക്ലിയോടൈഡ് അതിനോട് ചേർന്ന് ഫോസ്ഫേറ്റിലൂടെ അടുത്ത ഷുഗർ യൂണിറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ബേസ് വെളിയിലേക്ക് നിൽപ്പുണ്ട്. അതിലൂടെ അടുത്ത ഷുഗർ യൂണിറ്റിലേക്ക് അറ്റാച്ച് ചെയ്തു, അവിടെ ഒരു ബേസ് ഉണ്ട്. അടുത്ത ഷുഗർ യൂണിറ്റിലേക്ക് വന്നോടെ ഒരു ബേസ് ഉണ്ട്. ഇങ്ങനെ ഫോസ്ഫേറ്റ് യൂണിറ്റിലൂടെ ഷുഗർ യൂണിറ്റുകൾ ജോയിൻ ചെയ്ത് വലിയ ചെയിൻ ഉണ്ടാവും. ഈ ഷുഗർ യൂണിറ്റിൽ ഓരോ ബേസ് പുറത്തേക്ക് നിൽപ്പുണ്ട്. ഈ ഷുഗറിൽ ഒരു സൈറ്റോസിൻ, ഈ ഷുഗറിൽ ഒരു തൈമിൻ, ഈ ഷുഗറിൽ ഒരു ഗ്വാനിൻ, ഈ ഷുഗറിൽ ഒരു സൈറ്റോസിൻ, ഈ ഷുഗർ യൂണിറ്റിൽ ഒരു അഡനിൻ, ഇവിടെ ഒരു ഗ്വാനിൻ, ഇവിടെ ഒരു തൈമിൻ നിൽപ്പുണ്ട്. മുകളിൽ കണ്ടോ വേറൊരു ഷുഗർ യൂണിറ്റ് ഉണ്ട്. ആ ഷുഗർ യൂണിറ്റിൽ ഇവിടെ അഡനിൻ വന്നിട്ടുണ്ട്. ഈ ഷുഗർ യൂണിറ്റിലൂടെ സൈറ്റോസിൻ വന്നിട്ടുണ്ട്. അപ്പുറത്ത് അപ്പൊ ഇങ്ങനെ 2 സ്ട്രാൻഡുകൾ, 2 വള്ളി പോളി ന്യൂക്ലിയോടൈഡുകൾ 2 എണ്ണം ഉണ്ടായി. അതില് ഒരു പോളി ന്യൂക്ലിയോടൈഡിലെ അഡനിൻ എന്ന് പറയുന്ന ബേസും രണ്ടാമത്തേതിലെ തൈമിൻ എന്ന് പറയുന്ന ബേസും കൂടെ 2 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കി. ഒരു സൈറ്റോസിനും ഒരു ഗ്വാനിനും കൂടെ 3 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കി. ഗ്വാനിനും സൈറ്റോസിനും കൂടെ 3 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കി. തൈമിനും അഡനിനും കൂടെ 2 ഹൈഡ്രജൻ. അപ്പൊ ഇങ്ങനെ അഡനിൻ വരുന്നിടത്ത് തൈമിൻ കാണും, സൈറ്റോസിൻ വരുന്നിടത്ത് ഗ്വാനിൻ കാണും, ഗ്വാനിൻ വരുന്നിടത്ത് സൈറ്റോസിൻ കാണും, തൈമിൻ വരുന്നിടത്ത് അഡനിൻ ഉണ്ട്, സൈറ്റോസിൻ വരുന്നിടത്ത് ഗ്വാനിൻ ഉണ്ട്, അഡനിൻ വരുന്നിടത്ത് തൈമിൻ. ഒന്നാമത്തെ സ്ട്രാൻഡിൽ വരുന്ന ബേസ് യൂണിറ്റുകൾ എന്തൊക്കെയാണ്? അവർക്ക് ജോയിൻ ചെയ്യാൻ പാകത്തിനുള്ള ബേസ് യൂണിറ്റുകൾ വരുന്ന രീതിയിലാണ് രണ്ടാമത്തെ സ്ട്രാൻഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോ ATCG എന്നുള്ള രീതിയിലാണ് അത് ഓരോ മനുഷ്യരിലുമുള്ള അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളിലുമുള്ള DNA മോളിക്യൂളിലെ ഈ
സീക്വൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. എ കഴിഞ്ഞ് സി വരണോ, ജി വരണോ, ടി വരണോ എന്നൊക്കെയുള്ള സീക്വൻസ് ഒക്കെ ഓരോ വ്യക്തികളിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പക്ഷേ അഡനിൻ ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് തൈമിൻ കാണും. സൈറ്റോസിൻ ഒരിടത്ത് ഇരിപ്പുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഗ്വാനിൻ കാണും. ആ യുണീക്ക് ബേസ് പെയറിങ് അതാണ് DNA മോളിക്യൂളിൻ്റെ പ്രത്യേകത. അങ്ങനെ DNA മോളിക്യൂൾ ഉണ്ടാവും. അഡനാണ് DNA. എന്നിട്ട് അതങ്ങോട്ട് കോയിൽ ചെയ്ത് അങ്ങോട്ട് ചുരുണ്ട് വള്ളി പോലെ ചുരുണ്ട് ഇങ്ങനെ ഏണി പോലെ ഇരിക്കും. അതാണ് DNA മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ DNA മോളിക്യൂളിലുള്ള ഈ ബേസ് പെയറിംഗ് എന്ന് പറയുന്നത് വളരെ യുണീക്കാണ്. DNA മോളിക്യൂളിന് 2 ജോലികളാണുള്ളത്. ഒന്ന്, DNA മോളിക്യൂളിന് DNA മോളിക്യൂൾ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു DNA മോളിക്യൂളിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റും. റെപ്ലിക്കേഷൻ എന്ന് പറയും. ഒരു DNAക്ക് മറ്റൊരു DNA മോളിക്യൂളിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റെപ്ലിക്കേഷൻ്റെ സമയത്ത് DNA മോളിക്യൂൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരും. ഇത് മുകളിൽ നിന്നുള്ള DNA മോളിക്യൂളിൻ്റെ ഒരു വള്ളിയാണ് ഈ പോന്നിരിക്കുന്നത്, ഈ നീല നിറത്തിൽ കാണുന്ന വള്ളി. ഇപ്പുറത്ത് ഒരു നീലവള്ളി. എന്നിട്ട് ആ നീലവള്ളിക്ക് ചേരുന്ന ഒരു പച്ചവള്ളി ഉണ്ടായി. എന്താ പച്ചവള്ളിയുടെ പ്രത്യേകത? നീലവള്ളിയിൽ ഗ്വാനിൻ വന്നിടത്ത് പച്ചവള്ളിയിൽ സൈറ്റോസിൻ ഉണ്ട്, തൈമിൻ വന്നിടത്ത് അഡനിൻ ഉണ്ട്, തൈമിൻ വന്നിടത്ത് അഡനിൻ ഉണ്ട്, സൈറ്റോസിൻ വന്നിടത്ത് ഗ്വാനിൻ ഉണ്ട്. ആ രീതിയിൽ പുതിയ ഒരു സ്ട്രാൻഡ് കൂടി പുതുതായിട്ട് സിന്തസൈസ് ചെയ്തു. അപ്പൊ 2 DNA മോളിക്യൂള്. ഈ 2 DNA മോളിക്യൂളിലെ ഒരു വള്ളി പഴയ വള്ളിയാണ്, ഒരു വള്ളി പുതിയ വള്ളി. അപ്പോൾ ഒന്നായിട്ടിരുന്ന DNA മോളിക്യൂൾ ഇപ്പോൾ 2ആയി. ഈ 2 DNA മോളിക്യൂളും ഒരുപോലെ ഇരിക്കും, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ ഇരിക്കും. എക്സാക്ട് റിപ്ലിക്ക എന്നാണ് പറയുക. ഒരു DNA മോളിക്യൂളിന് അതിനെപോലെ തന്നെ ഇരിക്കുന്ന DNA മോളിക്യൂളുകളെ സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ പറയുന്ന പേരാണ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷന്റെ സമയത്ത് ഇതാണ് സംഭവിക്കുന്നത്. രണ്ടാമത്തെ ജോലിയാണ് പ്രോട്ടീൻ സിന്തസിസ്. DNA മോളിക്യൂളാണ് നമ്മുടെ ശരീരത്തിൽ നമ്മളിപ്പോൾ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞില്ലേ, പ്രൈമറി സ്ട്രക്ചർ ഒക്കെ പറഞ്ഞില്ലേ, ഈ DNA മോളിക്യൂളാണ് ഏത് പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുന്ന? മുമ്പേ പറഞ്ഞ പോലെ ഇതുപോലെ ആ DNA മോളിക്യൂൾ 2 വള്ളികൾ ഒന്നിച്ച് ചേർന്നല്ലേ DNA മോളിക്യൂളിൽ കിടക്കുന്നത്. അതിലൊരു വള്ളി ഒന്ന് ഇതുപോലെ അഴിഞ്ഞു, അൺകോയിൽ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു RNA മോളിക്യൂൾ ഉണ്ടാവും. RNA മോളിക്യൂൾ ഉണ്ടായി. RNA മോളിക്യൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് RNA മോളിക്യൂളിനകത്ത് തൈമിൻ എന്ന് പറയുന്ന ബേസ് വരില്ല. തൈമിൻ എന്ന് പറയുന്ന ബേസ് വരേണ്ട പ്ലേസിൽ യുറാസിലാണ് വരിക. RNA മോളിക്യൂളിലുള്ള ബേസുകൾ എന്ന് പറയുന്നത് അഡനിൻ, യുറാസിൽ, സൈറ്റോസിൻ, ഗ്വാനിൻ. DNA മോളിക്യൂളിനകത്ത് അഡനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അപ്പോൾ ഒരു RNA മോളിക്യൂൾ ഉണ്ടായി. RNA മോളിക്യൂളിന് ഒറ്റ സ്ട്രാൻഡേ ഉള്ളൂ. ആ RNA മോളിക്യൂൾ ഇങ്ങോട്ട് വന്നിട്ട് റൈബോസോമിൽ വന്നിരിക്കുകയാണ്. സെല്ലിനകത്തുള്ള ഒരു മോളിക്യൂൾ, ഒരു സ്പീഷീസ് ആണ്. അതിനകത്ത് വന്ന് ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് പോലെ, അച്ചക്ക് വർക്കിൽ എന്ന് പറഞ്ഞൊരു ടെംപ്ലേറ്റ് പോലെ ഇരിക്കുകയാണ്. ഈ റൈബോസോമിലെ 3 ബേസ്, ഇവിടെ ഒരു അഡനിൻ ഉണ്ട്, ഇവിടെ ഒരു യുറാസിൽ ഉണ്ട്, ഇവിടെ ഒരു തൈമിൻ ഉണ്ടെന്ന് വിചാരിക്കും. ഈ 3 ബേസ് നോക്കിക്കഴിയുമ്പോൾ ഇതിന് ചേരുന്ന ഒരു അമിനോ ആസിഡ് കാണും. ഇതിനകത്ത് ബേസിന്റെ സീക്വൻസിന് ചേരുന്ന ഒരു അമിനോ ആസിഡിനെ ഈ സൈറ്റോപ്ലാസത്തിനകത്തുള്ള ട്രാൻസ്ഫർ RNA എന്ന് പറഞ്ഞൊരു RNA മോളിക്യൂളുണ്ട്. RNA മോളിക്യൂളിന്റെ ജോലി അമിനോ ആസിഡിനെ പോയി എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. അമിനോ ആസിഡിനെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. വേറൊരു RNA, ട്രാൻസ്ഫർ RNA എന്ന് പറയുന്ന RNA ഒരു അമിനോ ആസിഡിനെ എടുത്തുകൊണ്ടുവന്ന് ഈ നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന RNA മോളിക്യൂളിന്റെ അടുത്തുകൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് തിരിച്ചുപോയി. എന്നിട്ട് അടുത്ത അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ആ അമിനോ ആസിഡുകൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഇതിനകത്തുള്ള ബേസിന്റെ സീക്വൻസ് നോക്കിയിട്ടാണ്. ഇവിടെ വന്നിരിക്കുന്ന ബേസുകൾ ഏതൊക്കെയാണ്, ആ ബേസുകൾക്ക് അനുസരിച്ചിട്ടുള്ള അമിനോ ആസിഡുകളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെയുള്ള അമിനോ ആസിഡുകളെ കൊണ്ടുവന്ന് വെച്ച് അവരെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ അമിനോ ആസിഡുകൾ ഇങ്ങനെ പ്രോട്ടീൻ ചെയിൻ ഇങ്ങനെ വളർന്ന് ഇത് പോളിപെപ്റ്റൈഡായി, പിന്നെ അത് കോയിൽ ചെയ്ത് ഗ്ലോബുലാർ പ്രോട്ടീനോ ഫൈബറസ് പ്രോട്ടീനോ ഒക്കെ ആയിട്ട് മാറിയിട്ട് ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ ഈ പ്രോട്ടീൻ മോളിക്യൂളിന്റെ ഫംഗ്ഷൻ തീരുമാനിക്കുന്ന ഇതിനകത്തുള്ള അമിനോ ആസിഡിന്റെ സീക്വൻസ് ആണ്.
ഈ അമിനോ ആസിഡുകൾ ഏതൊക്കെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചത് ഈ മെസ്സഞ്ചർ RNA ആണ്. മെസ്സഞ്ചർ RNA എന്ന് പറഞ്ഞാൽ മെസ്സേജ് ഉണ്ട് ഇതിനകത്ത് എന്നാ മെസ്സേജ്? ഒരു ബേസിന്റെ സീക്വൻസിന്റെ മെസ്സേജ്. ഈ ബേസിന്റെ സീക്വൻസിന്റെ മെസ്സേജ് ഇതിന് കിട്ടിയത് എവിടുന്നാ? നമ്മുടെ DNA മോളിക്യൂളിൽ നിന്ന്. DNA മോളിക്യൂളിലെ ബേസിന്റെ സീക്വൻസിനനുസരിച്ചിട്ട് ഉള്ള ഒരു ബേസ് സീക്വൻസ് ഉള്ള RNA മോളിക്യൂളാണ് ഈ അമിനോ ആസിഡിന്റെ സീക്വൻസ് തീരുമാനിച്ചത്. അപ്പൊ ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഏത് പ്രോട്ടീൻ ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? DNA മോളിക്യൂളിലെ ബേസ് സീക്വൻസ് ആണ്. അതിനെയാണ് ജീൻ എന്ന് വിളിക്കുന്നത്. DNA മോളിക്യൂളിലെ ബേസ് സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് ജീൻ. നമ്മുടെയൊക്കെ ജീനിന്റെ കുഴപ്പമാണ് നമ്മളോട് പറയും അല്ലേ? നമ്മളെന്തെങ്കിലും കുറ്റം കാണിച്ചോട്ടെ നമ്മളോട് ആൾക്കാർ പറയും അതിന്റെ ജീനിന്റെ കുഴപ്പമാണെന്ന് പറയും. ഇതാണ് ജീൻ. ഈ ബേസ് സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് ജീൻ. ഈ ജീൻ, ഈ ബേസ് സീക്വൻസും അമിനോ ആസിഡിലെ പ്രോട്ടീൻ മോളിക്യൂളിലെ അമിനോ ആസിഡിന്റെ സീക്വൻസും തമ്മിലുള്ള റിലേഷൻ പറയുന്ന പേരാണ് ജനറ്റിക് കോഡ്. ഒരു കോഡ് വീഡിയോ ഉണ്ടോ അച്ഛനെ തീപ്പെട്ടി എടുക്കാൻ ചോദിച്ചിട്ടില്ല. ഒരു കോഡ് ഭാഷയാണ്. സഖാക്കളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ് ഭാഷയാണ്. സാധനം കയ്യിലുണ്ടോ എന്ന് മോഹൻലാൽ പോയി വെക്കുന്നില്ല, ഒരു കോഡായിരുന്നു. അതുപോലെയുള്ള ഒരു കോഡാണ് ഇവിടെ. എന്താണ് കോഡ്? അമിനോ ആസിഡിന്റെ സീക്വൻസ് തീരുമാനിക്കാൻ വേണ്ടി DNA മോളിക്യൂളിലെ ബേസിന്റെ സീക്വൻസ് ആണ് അമിനോ ആസിഡിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ DNAയിലെ ബേസിന്റെ സീക്വൻസുകൾ അമിനോ ആസിഡിലേക്ക് പകർത്തി വെക്കപ്പെടും. ശരിക്കും നമ്മൾ ഏതെങ്കിലും കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ കുഴപ്പമൊന്നും അല്ലാണ്. നമ്മുടെ DNA മോളിക്യൂളിലെ ബേസ് സീക്വൻസ് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ചാണ്. സോ ദാറ്റ് ഈസ് സെക്കൻഡ് ഫങ്ഷൻ ഫോർ DNA. പിന്നെ മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബേസ് സീക്വൻസ് ചിലപ്പോൾ മാറിപ്പോകും. അതായത് ഒരു തലമുറയിലെ DNA മോളിക്യൂൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. ഒരു തലമുറയിലെ ബേസ് DNA മോളിക്യൂൾ നമ്മൾ അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി DNA ടെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ? അപ്പോൾ ആ ബേസിന്റെ സീക്വൻസ് അതേപടി പുറത്തേക്ക് പകർത്തി വെക്കപ്പെടും. DNA മോളിക്യൂൾ ഇങ്ങനെ വരും. അപ്പോൾ ആ DNA മോളിക്യൂളിലെ ബേസ് സീക്വൻസ് ചിലപ്പോൾ മാറിപ്പോകും, തനിയെ മാറിപ്പോകും. എന്തെങ്കിലും റേഡിയേഷന്റെ എഫക്റ്റ് കൊണ്ടോ അങ്ങനെ ആ തനിയെ മാറിപ്പോകുന്ന ആ പരിപാടിക്ക് പറഞ്ഞ പേരാണ് മ്യൂട്ടേഷൻ. DNA മോളിക്യൂളിലെ ബേസ് സീക്വൻസ് മാറിപ്പോകുന്ന ആ ഒരു ഫിനോമിനന് പറയുന്ന പേരാണ് മ്യൂട്ടേഷൻ. നമുക്ക് തനിയെ സംഭവിക്കാം, അല്ലെങ്കിൽ നമുക്ക് കൃത്രിമമായിട്ട് വേണമെങ്കിലും ചെയ്യാം. ആ കൃത്രിമമായിട്ട് ചെയ്യുന്നതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വളരെ ഉൽപാദന ശേഷിയുള്ള വിത്തുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഒരു ജീൻ എടുക്കുക, ഒരു വിത്തിൽ നിന്നും ഒരു DNA മോളിക്യൂളിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ആ DNA മോളിക്യൂളിലെ ബേസിന്റെ സീക്വൻസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രോഡക്റ്റ് തരുന്ന ഒരു ബേസ് സീക്വൻസ്. പ്രോട്ടീൻ മോളിക്യൂളുകൾ ഉണ്ടാകുമ്പോഴാണല്ലോ പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബേസ് സീക്വൻസ് ഉള്ള ഒരു DNA മോളിക്യൂളിനെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് റേഡിയേഷൻ അടുപ്പിച്ച് ബേസ് സീക്വൻസിനെ മാറ്റി ഒരു പുതിയ DNA മോളിക്യൂളിനെ ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ പ്ലാന്റ് ടിഷ്യൂവിലേക്ക് കൊടുത്ത് പുതിയൊരു പ്ലാന്റിന്റെ സ്റ്റെമ്മിലേക്ക് കൊടുത്ത് അവിടെ നിന്ന് അതിൽ നിന്നുണ്ടാവുന്ന വിത്തുകളെ കളക്ട് ചെയ്ത് ആണ് നമ്മൾ നല്ല രീതിയിലുള്ള വിത്തുകൾ, അതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അതിനെക്കുറിച്ചൊക്കെയുള്ള സ്റ്റഡി നടത്തുന്ന ഭാഗമാണ് ബയോടെക്നോളജി. ബയോടെക്നോളജിക്കാണ് പഠിക്കുന്നതെന്നൊക്കെ ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ദിസ് ഈസ് ബയോടെക്നോളജി. ജീനിന്റെ വ്യത്യാസം. ഇനി നോക്കൂ, നമുക്ക് RNAയും DNAയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? RNAയിലും DNAയിലും ഫോസ്ഫേറ്റ് യൂണിറ്റും ഉണ്ട്, ഷുഗർ യൂണിറ്റും ഉണ്ട്, ഒരു ബേസും ഉണ്ട്. RNAയിലും ഉണ്ട്, DNAയിലും ഉണ്ട്. അതിൽ ഷുഗർ യൂണിറ്റ് എന്ന് പറയുന്നത് RNAയിൽ ഡീഓക്സി റൈബോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ പേര് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNAയിൽ റൈബോസ് ആണ്, അതുകൊണ്ട് അതിന്റെ പേര് റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. 2 വള്ളി കൂടി പിരിഞ്ഞാണ് DNAയിൽ ഇരിക്കുന്നതെങ്കിൽ RNAയിൽ ഒറ്റ വള്ളിയേ ഉള്ളൂ, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. RNAയിലുള്ള ബേസുകൾ ഏതൊക്കെയാണ്? ഗ്വാനിൻ, സൈറ്റോസിൻ, അഡനിൻ, തൈമിൻ, ATCG. RNAയിലുള്ളത് ആരാണ്? AU, തൈമിന്റെ സ്ഥാനത്ത് യുറാസിൽ. അപ്പൊ DNAയിലുള്ളതും RNAയിൽ ഇല്ലാത്തതുമായിട്ടുള്ള ബേസ് ഏതാണ്? തൈമിൻ. RNAയിലുള്ളതും DNAയിൽ ഇല്ലാത്തതുമായിട്ടുള്ള ഏതാണ്? യുറാസിൽ. So this is the difference between DNA and RNA.
അതല്ലേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. DNA-യും RNA-യും. RNA എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, DNA എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ്. ഗോവിന്ദ് ഖൊരാന നമ്മുടെ ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. സിന്തറ്റിക് ജീൻ ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ്. ജീനിനെ സിന്തസൈസ് ചെയ്ത് ആളാണ് ഗോവിന്ദ് ഖൊരാന. DNA ഫിംഗർ പ്രിന്റിംഗ്, അതായത് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ മനുഷ്യർക്കും ഒരു ഫിംഗർ പ്രിന്റ് ഉണ്ട് അല്ലേ? ഫിംഗർ പ്രിന്റ്, വിരലടയാള വിദഗ്ധർ വന്ന് ക്രൈം നടന്നിടത്ത് വന്ന് പരിശോധിച്ചു, വിരലടയാളം കളക്ട് ചെയ്തു, എന്നിട്ട് അത് വെച്ചിട്ട് ക്രിമിനലിനെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയില്ലേ? പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമുക്ക് ഈ വിരലടയാളം വേണേ മാറ്റാം അല്ലേ? നമ്മൾ ഒരാളെ കുത്തിക്കൊന്നിച്ച് നമ്മുടെ തൊലിയെല്ലാം കൂടെ മാറ്റി വെച്ചാൽ, വേറെ തൊലി വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ആ വിരലടയാളത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ലേ? പക്ഷേ നമ്മുടെ ശരീരത്തിലുള്ള DNA മോളിക്യൂളിലെ ബേസ് സീക്വൻസ് എന്ന് പറയുന്നത്, അത് ശരീരത്തിൽ മൊത്തമുള്ള എല്ലാ സെല്ലിനകത്തുമുണ്ട് DNA മോളിക്യൂൾ. ആ DNA മോളിക്യൂൾ എല്ലാ ശരീരത്തിൽ മൊത്തമുള്ള DNA മോളിക്യൂളിന്റെ ബേസ് സീക്വൻസ് ഏതായാലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ ആ ഒരു ടെക്നിക്, DNA-യിലുള്ള ബേസ് സീക്വൻസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും യുണീക്കാണ്. ഒരാളെ പോലെ ഇരിക്കുന്ന വേറൊരാളില്ല അല്ലേ? നിങ്ങളിപ്പോൾ എത്രയോ പേര് ഇവിടെ വന്നിരിപ്പുണ്ട്, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ആ വ്യക്തിപരമായ ഡിഫറൻസ്, നിങ്ങളുടെ കളർ, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ മൂക്ക്, നിങ്ങളുടെ ചിരി എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കുന്നതിന് കാരണം DNA മോളിക്യൂളിൽ ബേസ് സീക്വൻസ് ആണ്. അതാണ് തീരുമാനിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ നിറവിരിക്കണം, എങ്ങനെ നിങ്ങൾ നടക്കണം, എങ്ങനെ നിങ്ങൾ സംസാരിക്കണം, എങ്ങനെ നിങ്ങൾ പെരുമാറണം, നിങ്ങളുടെ ഹൈറ്റ് എത്ര ഉണ്ടായിരിക്കണം, നിങ്ങളുടെ വെയിറ്റ് എത്ര ഉണ്ടായിരിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് DNA മോളിക്യൂളാണ്. അപ്പൊ DNA-യിലെ ബേസ് സീക്വൻസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആണ്, യുണീക്ക്. അപ്പൊ യുണീക്ക് ആയിട്ടുള്ള ബേസ് സീക്വൻസ് വെച്ച് നമ്മൾ എന്താ പറയാ, ഇതുപോലെ ക്രൈമുകളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നടക്കുന്ന സമയത്ത് ഫോറൻസിക് ലബോറട്ടറീസിൽ ഐഡന്റിഫിക്കേഷൻ, ക്രിമിനൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പെറ്റേണിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ചിലപ്പോൾ ഡെഡ് ബോഡി, എവിടുന്നേലും അജ്ഞാത മൃതദേഹം കിട്ടിക്കഴിയുമ്പോൾ ഇത് ആരുടെ മൃതദേഹമാണ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ബയോളജിക്കൽ എവല്യൂഷനിൽ അതിൻ്റെ ആപ്ലിക്കേഷനുണ്ട്. ഒരു ക്രൈം കണ്ടുപിടിക്കുന്നതാണ്. ഒരു കുറ്റം നടന്ന സീനിൽ നിന്ന് നമുക്കൊരു രക്തക്കറ കിട്ടി, ആ രക്തക്കറയിൽ നിന്ന് നമ്മൾ DNA മോളിക്യൂളിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് സംശയമുള്ള ഒരാൾ കാണുമല്ലോ, സസ്പെക്റ്റിന്റെ DNA മോളിക്യൂൾ എടുത്തു, നമുക്ക് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ DNA മോളിക്യൂൾ കിട്ടി, ഇതെല്ലാം കൂടെ ലബോറട്ടറിയിൽ ചെക്ക് ചെയ്തപ്പോൾ രണ്ടും ഒരുപോലെയാണെന്ന് മനസ്സിലായി. അങ്ങനെ അയാളെന്ത് മനസ്സിലായി, ഇയാൾ തന്നെയാണ് കുറ്റം കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായി. പെറ്റേണിറ്റി ചെക്കിങ് എന്ന് പറയുന്നത് എന്താണ് നോക്കൂ, കൊച്ചിന്റെ അപ്പനാരാണ്, ഇയാളാണോ എന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. ഈ കൊച്ചിന് കിട്ടിയ DNA മോളിക്യൂളില് കുറച്ച് അമ്മയുടെ ഉണ്ടാവും, കുറച്ച് അച്ഛൻ്റെ ഉണ്ടാവും അല്ലേ? അപ്പൊ അമ്മയുടെ ബേസ് സീക്വൻസും അച്ഛൻ്റെ ബേസ് സീക്വൻസും ഒക്കെ കൂടെ കമ്പയർ ചെയ്ത് നോക്കി. ഇത്രയും നാളും അച്ഛനാണെന്ന് പറഞ്ഞ് നടന്നയാളുടെ ബേസ് സീക്വൻസുമായിട്ട് കൊച്ചിന്റെ ബേസ് സീക്വൻസിന് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ എന്ത് തീരുമാനിക്കാം? ഓരോന്നും വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്, ഈ സീക്വൻസ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്, ഈ സീക്വൻസ് വന്നിരിക്കുന്നത് എവിടെ നിന്ന്, അങ്ങനെ അവർ കമ്പയർ ചെയ്തിട്ട് കൊച്ചിന്റെ അച്ഛനാരാണെന്ന് മനസ്സിലാക്കണം. അതാണ് പെറ്റേണിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ശരീരത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള കോമ്പൗണ്ടാണ് ഹോർമോൺസ് ഉണ്ടാക്കുന്നത്. ഈ ഹോർമോൺസ് എല്ലാം ഉണ്ടാക്കുന്ന ഓരോ ഗ്ലാൻഡുകളുണ്ട്. ആ ഗ്ലാൻഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്കാണ് ഇത് ഇൻജക്ട് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് അത് ഓരോ ഫങ്ഷൻ തീരുമാനിക്കും. ഈ ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ട് പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും നമുക്കുണ്ടാവും. ശരീരത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന, എല്ലാ പ്രവർത്തനങ്ങളെയും തന്നെ നിയന്ത്രിക്കുന്നത് ഹോർമോണുകളാണ്. വളരെ കുറച്ച് എമൗണ്ട് മതി, പക്ഷെ അവരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ പ്രോസസ്സും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുള്ളൂ. ഇന്ന പ്രോസസ്സ് നടക്കണം, മെസ്സഞ്ചേഴ്സ് ആണ്. ബ്രെയിനിൽ നിന്ന് കൊടുക്കുന്ന മെസ്സേജുകൾ അപ്പോൾ നമ്മൾ ഒരു പാമ്പിനെ കണ്ടു ഓടണം എന്ന മെസ്സേജ് നമുക്ക് ബ്രെയിനിൽ നിന്നാണ് കിട്ടുന്നത്. പാമ്പിനെ കണ്ടു, കണ്ണ് അതേ പാമ്പുണ്ടെന്നുള്ള വിവരം ബ്രെയിനിന് കൊടുക്കുന്നു, ബ്രെയിൻ അത് ഓടാനുള്ള നിർദ്ദേശം കാലിന് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കൺവേ ഒക്കെ നടക്കുന്നത്, എല്ലാ ശരീരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതുപോലെയുള്ള ഹോർമോണിന്റെ ആക്ഷൻ കൊണ്ടാണ്. Hormones are chemical messengers of the
body. They regulate the body physiology based on the signals from the brain. അപ്പോൾ ബ്രെയിനിൽ നിന്ന് സിഗ്നൽ കൊടുക്കും, ഇന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യൂ. അപ്പോൾ ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം ആ സെല്ലിനകത്ത് നടക്കും. അപ്പോൾ സെല്ലിൽ നിന്നുള്ള പ്രവർത്തനത്തിനനുസരിച്ചിട്ടാണ് ശരീരത്തിൽ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും നടക്കുക. അതാണ് ഹോർമോൺ എന്ന് പറയുന്നത്. ഹോർമോണൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഇൻ റെസ്പോൺസ് ടു ദ റാപ്പിഡ് റൈസ്, ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടിയാൽ ഉടനെ ബ്രെയിൻ പറയും ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ അവിടെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഉടനെ ബ്ലഡിനകത്ത് അവിടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകുന്നു. ഹോർമോൺ ഉടനെ എന്ത് ചെയ്യുന്നു, സെല്ലിനകത്ത് ഗ്ലൂക്കോസിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കും. അല്ല ഇൻസുലിൻ ഒന്നും ചെയ്യുന്നില്ല. ഇൻസുലിൻ അവിടെ വരും. സെല്ലിനടുത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും സെല്ലിനകത്ത് എന്ത് മനസ്സിലാവും, അതേ ഷുഗർ കൂടുതലാണ്, അത് ഇൻസുലിൻ വന്നിട്ടുണ്ട്, ഷുഗർ കൂടുതലാണ്, ഉടനെ ഷുഗർ കുറയ്ക്കും. പിന്നെ ഷുഗർ കുറയ്ക്കാനുള്ള ഈ ഷുഗറിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള പ്രോസസ്സ് അവിടെ നടക്കും. അപ്പൊ ആ സാധനം ഇൻസുലിൻ ഇല്ലാതെ വരുമ്പോഴാണ് ഡയബറ്റിക് ആവുന്നത്. ഈ അറിയുന്നില്ല, ശരീരം അറിയുന്നില്ലല്ലോ ഷുഗർ ലെവൽ കൂടുന്നു എന്നുള്ള വിവരം ശരീരം അറിയുന്നില്ല. കുറയ്ക്കണമെങ്കിൽ ആര് വരണം, ഇൻസുലിൻ വേണം. അപ്പൊ ഇൻസുലിൻ ഉണ്ടാകാതെ വരുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് ആയിപ്പോകുന്നത്. അതുപോലെ ഷുഗർ ലെവൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കൂട്ടാനുള്ള നിർദ്ദേശം കൊടുക്കുന്നയാളാണ് ഗ്ലൂക്കജൻ എന്ന് പറയുന്ന ഹോർമോൺ. അതുപോലെ എപ്പിനെർഫിൻ ആൻഡ് നോറെപ്പിനെർഫിൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്റ്റിമുലൈ, തീയച്ചം തൊട്ടാൽ കൈ വലിക്കൂ എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നത് ഈ, അതുപോലെ പാമ്പിനെ കാണുമ്പോൾ ഓടൂ എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഹോർമോൺസ് ആണ് ഇത്. ശരീരം എന്ന് പറയുന്നത് ചില്ലറ സാധനമൊന്നുമല്ല. ഹൈപ്പർ തൈറോയിഡിസം, ഈ പൊണത്തടിയൊക്കെ ഉണ്ടാകുന്നതിന് കാരണം തൈറോയിഡാണ്. തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ ശരീരത്തിന്റെ ഈ പറയുന്ന തരത്തിലുള്ള ഒബിസിറ്റി, പൊണ്ണത്തടിയൊക്കെ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ തൈറോയിഡ് തൊണ്ടയിൽ ഇങ്ങനെ മുഴയൊക്കെ ഉണ്ടാകുന്ന കിട്ടില്ല, അതൊക്കെ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ മിനറലോകോർട്ടിക്കോയിഡ് എന്ന് പറയുന്നതാണ് വാട്ടർ ലെവൽ, മൂത്രത്തിലൂടെ എത്രമാത്രം വെള്ളം പോകണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഹോർമോണാണ് മിനറലോകോർട്ടിക്കോയിഡ്. ടെസ്റ്റോസ്റ്റിറോൺ, അതായത് ആണുങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രായം കഴിയുമ്പോൾ 3 ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ അത് ആ ഹോർമോൺ ഉണ്ടാകുമ്പോഴാണ് ശബ്ദം കനപ്പ്, അതായത് നമ്മളുടെയൊക്കെ ശബ്ദങ്ങളുടെയൊക്കെ ശബ്ദങ്ങൾ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ ഒരു മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഡീപ് വോയിസ്, അതായത് മുഖത്ത് രോമമുണ്ട്, മീശ കിളുക്കുന്നു, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ്, പുരുഷനായി മാറുന്ന ചേഞ്ചസ് ഉണ്ടാകുന്നതിനുള്ള ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കുണ്ട്. പെണ്ണുങ്ങളിൽ ഉണ്ടാകുന്ന 2 ഹോർമോണുകളാണ് എസ്ട്രാഡയോൾ ആൻഡ് പ്രൊജെസ്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് സ്ത്രീ ആയി മാറുന്നത്. അത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് ഉള്ള ഒരു സ്റ്റഡിയാണെന്നും ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ബയോ കെമിസ്ട്രി